അമ്മ എന്ന താരസംഘടനയിൽ സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെട്ടത് പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ നമ്മുടെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ അടക്കം സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞവരാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയും ചെയ്തു. മോഹൻലാൽ അടക്കം അവർക്ക് ആശംസകളുമായാണ് എത്തിയത്. അമ്മ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ അഭിനന്ദിച്ച് മോഹൻലാൽ എത്തുകയുണ്ടായി. അമ്മയുടെ പുതിയ നേതൃത്വത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒറ്റക്കെട്ടായി സംഘടനയെ മുന്നോട്ട് നയിക്കാനും പ്രവർത്തന മികവോടെ അമ്മയെ കൂടുതൽ ശക്തമാക്കാനും പുതിയ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. വിജയികളെ അഭിനന്ദിച്ച് മമ്മൂട്ടിയും എത്തിയിരുന്നു. അമ്മയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. സംഘടനയെ കൂടുതൽ ഉയരത്തിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 20 വോട്ടുകൾക്ക് ശ്വേതാ മേനോൻ വിജയിച്ചു. ഇതാദ്യമായിട്ടാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നത്. ഒഫീഷ്യലി അമ്മയായി എന്ന് ശ്വേതാ മേനോൻ വിജയത്തിന് ശേഷം പ്രതികരിച്ചു. ശ്വേതയ്ക്ക് 159 വോട്ട് ലഭിച്ചപ്പോൾ ഒപ്പം മത്സരിച്ച ദേവന് 132 വോട്ടുകളാണ് ലഭിച്ചത്. അമ്മയിൽ ഇത്രയും വാശിയേറിയ മത്സരം ഇതുവരെ നടന്നിട്ടില്ലെന്ന് ശ്വേതാ മേനോൻ പ്രതികരിച്ചു. ഒപ്പം മത്സരിച്ച ദേവൻ തോറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ലെന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തനിക്ക് ലഭിച്ചെന്നും ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. WCC അംഗങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. എന്നാൽ മറ്റ് പലർക്കും ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടൻ കൊല്ലം തുളസി പറഞ്ഞ വാക്കുകളായിരുന്നു ചർച്ചയായത്. ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത്, പെണ്ണുങ്ങൾ നമ്മുടെ താഴെയായിരിക്കണം എന്നാണ് കൊല്ലം തുളസിയുടെ വാക്കുകൾ. ഒരു ഓൺലൈൻ ചാനലിനോടായിരുന്നു നടന്റെ പ്രതികരണം. വീഡിയോയുടെ അവസാനം താൻ വെറുതെ പറഞ്ഞതാണെന്നും കൊല്ലം തുളസി പറയുന്നത് കാണാം. വീഡിയോയ്ക്ക് താഴെ നടനെ വിമർശിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നത്. പുള്ളി തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഈ കാലഘട്ടത്തിൽ അതൊരു സീരിയസ് മാറ്ററായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങൾ. എന്നാൽ ശ്വേതാ മേനോൻ ഭരണത്തിൽ എത്താതിരിക്കാൻ വേണ്ടി പല പരിപാടികളും അണിയറയിൽ നടന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. ശ്വേതയ്ക്കെതിരെ കേസ് വരെ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു പ്രശ്നങ്ങൾ ഈ സ്ഥാനത്തേക്ക് വരുന്നവർക്ക് നേരിടേണ്ടി വരുന്നു എന്ന കാര്യങ്ങൾ പിന്നീട് വാർത്താമാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായി കേസ് എന്ന രീതിയിലാണ് പലരുടെയും ചോദ്യം. നടി ശ്വേതാ മേനോന്റെ പേരുള്ള കേസ് നിലനിൽക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്. അങ്ങനെയുള്ള കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ലെന്നും സമ്പത്തിന് വേണ്ടി അവർ അങ്ങനെ ചെയ്യുമെന്ന് സമൂഹം വിശ്വസിക്കില്ലെന്നും മന്ത്രി ആലപ്പുഴയിൽ പറയുകയുണ്ടായി. ശ്വേതാ മേനോനെതിരെ കേസിന് കാരണം സിനിമാ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ശ്വേതാ മേനോൻ മികച്ച നടിയാണെന്നും ബോൾഡായ നടിയാണെന്നും മന്ത്രി പറയുകയുണ്ടായി. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ അവരെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തതാകാം ഇത്. മികച്ച നടിയും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ കരുത്തുറ്റ സ്ത്രീയുമാണ് ശ്വേത. കേസ് നിൽക്കില്ലെന്നും കേസ് നിയമപരമായ വഴിക്ക് പോകുന്നുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ സംഘടനകളിൽ സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. സിനിമാ സംഘടനയ്ക്കുള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ചലച്ചിത്ര നയം വരുമ്പോൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. സംസ്ഥാന സിനിമാ നയം 3 മാസത്തിനകം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം അമ്മയുടെ പുതിയ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിലാണ് നടിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IT നിയമത്തിലെ 67A പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസിൽ നടി ഹൈക്കോടതിയെ സമീപിക്കുകയും കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു.